സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുമ്പോൾ വലിയ റിബൽ ശല്യമാണ് കേരളത്തിലെമ്പാടും യു ഡി എഫിനെ ബാധിച്ചിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലും എങ്ങനെയാണ് എന്ന് കണ്ടു, പൊതുവിൽ എറണാകുളം ജില്ലയിലും എങ്ങനെയാണെന്ന് കണ്ടു. കൊല്ലത്തേക്ക് പോയാലും ഇതുതന്നെയാണ്, സമാനമായ സാഹചര്യമാണ് യു ഡി എഫും കോൺഗ്രസും നേരിടുന്നത്, റിബൽ ശല്യം. കൊല്ലം കോർപ്പറേഷൻ വടക്കേവിളയിലും കോൺഗ്രസിന് റിബലുണ്ട്. നേതൃത്വത്തിൻ്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് 100-ലധികം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടു എന്നതുപോലെയുള്ള വിവരങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ തന്നെ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമാണ് ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ഇപ്പോൾ തത്സമയം ചേരുന്നത്. രാജ്കുമാർ, കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും യു ഡി എഫിന് റിബൽ ഭീഷണി ഉണ്ടോ? അതപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ 20-ലധികം നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടു. ഇത് കൂടാതെ ഏതാണ്ട് 100ഓളം പ്രവർത്തകരും പാർട്ടി വിട്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് പാവപ്പെട്ടവർക്ക് കോൺഗ്രസിൽ ഇടമില്ല, പണമുള്ളവൻ മാത്രം ഇക്കുറി മത്സരിച്ചാൽ മതി. ഈ ഒരു പറയാതെ പറഞ്ഞ് നേതാക്കളെയും ഇതുപോലെ അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് പറഞ്ഞ് അവസാന നിമിഷം തട്ടിത്തെറിപ്പിച്ചതിൽപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ള ചാത്തന്നൂരിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി, അതായത് നാമനിർദ്ദേശക പത്രിക പിൻവലിക്കുന്ന ആ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെയും രാജി. അതുവരെ സീറ്റുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് നിഷേധിച്ചു. ആണോ? അതെ, ഞാൻ രാവിലെ ഈ നിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന നിമിഷം ഒരു 10-11 മണിയായപ്പോഴാണ് ഈ കൊല്ലത്ത് ആരോഗ്യം എനിക്ക് എൻ്റെ പേരിലല്ല വേറൊരാളുടെ പേരിലാണ് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു അവിടെ നിന്ന് മെസ്സേജ് വന്നിരുന്നു. ഒരാൾ വിളിച്ചിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നേരെ അവിടെ ഓടിയെത്തിയപ്പോഴാണ് ദിലീപ് ഹരിദാസിൻ്റെ പേരിൽ അവിടെ കൈപ്പത്തി ചിഹ്നത്തെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ആളെ വിളിക്കാൻ പോയില്ല. കാര്യം ഞാൻ ഫ്ലെക്സ് അടിച്ചു, പോസ്റ്റർ അടിച്ചു, അഭ്യർത്ഥന അടിച്ചു. കൈപ്പത്തിയിലായിരുന്നു. കാര്യം ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റിയിൽ ഉള്ള മുഴുവൻ പേര്, ഒറ്റ പേര് മാത്രമാണ് ഇവിടുന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തി കൊല്ലത്തേക്ക് DCC പോയത്. അപ്പോൾ അവിടെ നിർദ്ദേശം വന്നു, വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഈ 8 വാർഡിലും ഈ ചിറക്കര പഞ്ചായത്തിലും ചാത്തന്നൂർ പഞ്ചായത്തിലും 8 വാർഡിലും മിക്ക പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഞാൻ കണ്ടു, വോട്ട് അഭ്യർത്ഥിച്ചു. ഞാൻ ജയിക്കാനുള്ള സാധ്യത പൂർണ്ണമായി എത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, യഥാർത്ഥത്തിൽ ഇതിൽ കഴിഞ്ഞതിന് ശേഷമാണ് LDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് തന്നെ ഇവിടെ. ആ സാഹചര്യം മൊത്തം ഉണ്ടായിട്ടും എന്നെ അവസാന നിമിഷം അത് പ്രധാന പ്രശ്നം വരുന്നത് സമ്പത്തായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാര്യം അല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റേണ്ട ഒറ്റ പേരാണ് നമ്മൾ കോർ കമ്മിറ്റിയിൽ ഇവിടുന്ന് പോയിട്ടുള്ളത്. അതാണ് അവിടുത്തെ ആ അവസ്ഥ ഉണ്ടായത്. അപ്പം ഞാൻ പണമുള്ളവൻ മതി എന്നാണോ നിലപാട്? യെസ്, അതായിരിക്കണം. അല്ലെങ്കിൽ ഈ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ പേര് വരാനുള്ള വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ശരത്ത്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡല്ലേ, 5-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന നമ്മുടെ സന്തോഷ്, അതെ, ചിലയിടത്ത് അദ്ദേഹം വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. എൻ്റെ ഒരു മുൻ ബ്ലോക്ക് മെമ്പറുടെ മരുമകൻ കൂടിയാണ്, ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറുടെ മരുമകനാണ് ഗിരീഷ് എന്ന് പറയുന്നത്. അദ്ദേഹം മരുമകനാണ്. നമ്മുടെ ഇവിടെ ഒരു കടയിട്ടിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് നല്ല അടുപ്പമുള്ളൊരു മനുഷ്യനാണ്. അപ്പം ജയിക്കാൻ സാധ്യത കൂടുതലാണ് അദ്ദേഹത്തിന്. അപ്പോൾ വോട്ട് തന്ന് സഹായിക്കണം. ഉറപ്പായിട്ട്. ശരത്ത്, ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. കൊല്ലം ജില്ലയിൽ ഏതാണ്ട് കൊല്ലം കോർപ്പറേഷനിൽ മാത്രം 4 ഇടത്ത് റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്.